നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളും മറ്റ് ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനത്തിൽ അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത പങ്കെടുത്തു. ബാംഗ്ലൂരിലെ രണ്ടാമത്തെ ദേവാലയമായ സെന്റ് മാർ തിമോത്തിയോസ് ദേവാലയം പരിശുദ്ധ കൂദാശ കർമ്മത്തിനായി ഒരുങ്ങുന്നു. മുംബൈ മാർ ഗബ്രിയേൽ പള്ളിയുടെ ഇടവക തിരുനാൾ സമുചിതമായി ആചരിച്ചു. മാർ തോമസ് ലീഹ പള്ളി പട്ടിക്കാട് ഇടവകയിൽ പള്ളി പുനർനിർമ്മാണത്തിനോടനുബന്ധിച്ച് സേവന ദിനം സംഘടിപ്പിച്ചു. ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് അംഗങ്ങൾ മാർദിൻഹ ഒന്നാമൻ പള്ളി ചിയാരം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമായും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിസന്ധികളും മറ്റ് ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനം പാലാ ബിഷപ്പ് ഹൌസിൽ വെച്ച് 2025 ഒക്ടോബർ 15 ചേർന്നു. കേരളത്തിലെ വിവിധ സഭകളുടെ വിദ്യാഭ്യാസത്തിനും സഭൈക്യത്തിനുമായുള്ള ചുമതലകൾ വഹിക്കുന്ന മെത്രാന്മാരും വൈദികരും അൽമായ പ്രതിനിധികളുമാണ് സീറോ മലബാർ സഭ എക്യുമെനിക്കൽ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കുചേർന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഉദ്ഘാടകനായി നടത്തപ്പെട്ട യോഗത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷനും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ സെക്രട്ടറിയുമായ മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിൽ സമുദായത്തിന്റെ അവകാശങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെയും ഒരു സമുദായം എന്ന ബോധ്യം വളർത്തേണ്ടതിന്റെയും ആവശ്യകത യോഗം ചർച്ച ചെയ്തു. ഇടവക സന്ദർശനത്തിന്റെ ഭാഗമായി ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് അംഗങ്ങൾ 2025 ഒക്ടോബർ 12 ഞായറാഴ്ച മാർദിൻഹ ഒന്നാമൻ പള്ളി ചിയാരം ഇടവക സന്ദർശിച്ചു. ഇടവക വികാരി ബഹുമാനപ്പെട്ട ലാസർ മർത്തുപടി കശീശ, സഹവികാരി ദിവ്യശ്രീ ചാക്കുണ്ണി ശമാശൻ, കൈക്കാരൻ ശ്രീ പി.ഒ. ജോയ്, ഇടവക വിശ്വാസികൾ എന്നിവർ ചേർന്ന് കേന്ദ്ര ട്രസ്റ്റിമാരെ സ്വീകരിച്ചു. ചെയർമാൻ ശ്രീ അഭിജയ് പൊന്മണിശ്ശേരി ഇടവക അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വൈസ് ചെയർമാൻ കേന്ദ്ര ട്രസ്റ്റിമാരായ ശ്രീ ഗിഫ്റ്റൻ കെ ജോസഫ്, ശ്രീ തോമസ് കെ ജി, ശ്രീ പോൾ അഭിമലേഖ് യേശുദാസ്, ശ്രീ ജോഫിൻ ജോൺ ഇടവക സന്ദർശനത്തിൽ പങ്കെടുത്തു. ഇടവകയുടെയും സഭയുടെയും ഉന്നമനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഇടവക അംഗങ്ങൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ കേന്ദ്ര ട്രസ്റ്റിമാരോട് പങ്കുവച്ചു. കേന്ദ്ര മെൻസ് അസോസിയേഷനും എറണാകുളം സെന്റ് തോമസ് പള്ളി ഇടവക മെൻസ് അസോസിയേഷനും സംയുക്തമായി ഒക്ടോബർ 12 നടത്തിയ വൺ ഡേ സെമിനാർ ക്യാമ്പിൽ തൃശൂരിൽ നിന്നും എറണാകുളം ഇടവകയിൽ നിന്നുമായി 70ഓളം പേർ പങ്കെടുത്തു. അംഗങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും തുടർന്ന് നടന്ന യോഗത്തിൽ ഇടവക മെൻസ് അംഗങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് സഭാ ഐക്യം പൗലോസ് അപ്പോസ്തലന്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് അധ്യക്ഷൻ വികാരി ഫാദർ അബിയച്ചൻ ക്ലാസ് എടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. സെമിനാറിൽ കേന്ദ്ര ജനറൽ സെക്രട്ടറി മെറീജ് തിമത്തി ചിറ്റിലപ്പള്ളി സ്വാഗതം പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ഫാദർ സിൻഡോ ജോസ് പൂഞ്ഞക്കാരൻ ആശംസകൾ അർപ്പിക്കുകയും ചർച്ച് യൂണിറ്റിയുടെ വെല്ലുവിളികളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഡീക്കൻ ലിജോ ജോൺസൺ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇടവക മെൻസ് സെക്രട്ടറി ബിനോജ് നന്ദി അർപ്പിച്ചു. മാർ തിമോത്തിയോസ് പള്ളി ബാംഗ്ലൂർ 2025 ഒക്ടോബർ 12 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് സർജാപൂരിലെ പുതിയ സെന്റ് മാർ തിമോത്തിയോസ് പള്ളി നിർമ്മാണ സ്ഥലത്തിന് സമീപമുള്ള നെർമിസിയ സ്കൂൾ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് മുഴുവൻ വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് പുതിയ പള്ളി നിർമ്മാണ സ്ഥലം സന്ദർശിച്ചു. വികാരി റവറൻ ലിജോ റാഫേൽ കശീശ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദീകരിച്ചു. പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും എല്ലാ ഇടവക അംഗങ്ങളും പ്രാർത്ഥനയിലും സഹകരണത്തിലും ഉറച്ചു നിൽക്കുവാനും പള്ളി നിർമ്മാണം സമയബന്ധിതമായ രീതിയിൽ പൂർത്തിയാകുന്നതിനുമായി എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും പിന്തുണയും സാമ്പത്തിക സഹായവും ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 നവംബർ 30 രാവിലെ 8 മണിക്ക് അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിക്കപ്പെടുന്നു. മുംബൈ മാർ ഗബ്രിയേൽ പള്ളിയുടെ ഇടവക തിരുനാൾ 2025 ഒക്ടോബർ 12 ഞായറാഴ്ച സമുചിതമായി ആചരിച്ചു. അന്ന് രാവിലെ 8 മണിക്ക് മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് മരിച്ചുപോയ പൂർവികർക്കായി പൊതു അന്യതാ ശുശ്രൂഷയും നടത്തി. പള്ളിയങ്കണത്തിൽ ഭക്തി നിർഭരമായ പ്രദർശനം ഉണ്ടായിരുന്നു. പിന്നീട് പള്ളിയിൽ നടന്ന പൊതുയോഗത്തിന് ഇടവക വികാരി റവറൻ ഫാദർ CG സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഇടവക കൈക്കാരൻ ഷാജു പോൾ സ്വാഗത പ്രസംഗം പറഞ്ഞു.
അഭിമന്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ഭക്തസംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികൾ തുടർന്നുണ്ടായിരുന്നു. സൺഡേ സ്കൂൾ പരീക്ഷകളിൽ വിജയം കൈവരിച്ചവർക്കും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും മൊമെന്റോ നൽകി ആദരിച്ചു. അസിസ്റ്റന്റ് വികാരി അലക്സ് ടോണി, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മറ്റ് സഭാ വിശ്വാസികളും സജീവമായി പങ്കെടുത്തു. പാരിഷ് കൗൺസിൽ അംഗം ഗ്ലറി പോൾ നന്ദിയും പറഞ്ഞു. പട്ടിക്കാട് മാർ തോമസ് ലീഹ പള്ളി ഇടവകയിൽ 2025 ഒക്ടോബർ 12 മെയ്സ് യൂത്ത് അസോസിയേഷൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സേവന ദിനം സംഘടിപ്പിച്ചു. പള്ളി പുനർനിർമ്മാണത്തിന് ഒരു ദിനം എന്ന നാമകരണം ചെയ്ത പരിപാടിയിൽ ഇടവക പുനർനിർമ്മാണത്തിന്റെ കോൺക്രീറ്റിംഗ് വർക്കുകൾ, പള്ളി പരിസരം ശുചിയാക്കൽ എന്നിവ നടത്തി. ധാരാളം ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. മാർത്തോമ ആശ്രമം സൊസൈറ്റിയുടെ 50ാം വാർഷിക പൊതുയോഗം ഒക്ടോബർ 8 ബുധനാഴ്ച മെത്രാപ്പോലിത്ത അരമനയിൽ വെച്ച് നടന്നു. സൊസൈറ്റി പ്രസിഡന്റ് അഭിമന്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സൊസൈറ്റിയുടെ വാർഷിക വരവ് ചിലവുകൾ അവതരിപ്പിച്ചു. സൊസൈറ്റിയുടെ സ്ഥാപകനും കാലം ചെയ്യുന്നതുവരയ്ക്കും രക്ഷാധികാരിയുമായിരുന്ന അഭിമന്യ ഡോക്ടർമാർ അപ്രേ മെത്രാപ്പോലിത്തയുടെ ദേഹവിയോഗത്തിൽ അംഗങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി. ആശ്രമം സൊസൈറ്റിയുടെ രക്ഷാധികാരിയായിരുന്ന അഭിമന്യ ഡോക്ടർമാർ അപ്രേ മെത്രാപ്പോലിത്തയുടെ ദേഹവിയോഗത്തെ തുടർന്ന് മാർത്തോമ ആശ്രമം സൊസൈറ്റിയുടെ രക്ഷാധികാരിയായി അഭിമന്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ചുമതലയേറ്റു. അടുത്ത 3 വർഷത്തേക്കുള്ള സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിക്കുന്നു. ആഴ്ചതോറുമുള്ള പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.